സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് ഓണക്കൂർ, മലയാളത്തിലെ തന്നെ എഴുത്തിന്റെ ലോകത്തെ വലിയ വിടവാങ്ങലെന്ന് തന്നെ വേണം MDയുടെ ഈ ഒരു നിര്യാണത്തെ വിശേഷിപ്പിക്കാൻ. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഞാൻ വായിച്ചു തുടങ്ങിയത് MDയുടെ കഥകളാണ് എന്ന് ഈ അവസരത്തിൽ വിനയത്തോടുകൂടി ഓർക്കുകയാണ്. ആ വലിയ എഴുത്തുകാരന്റെ എല്ലാ കൃതികളും എൻ്റെ ഹൃദയത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വളർച്ച. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് വളരെ സത്യസന്ധമായി ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തലമുറ, അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറ MDയെ വായിച്ചാണ് മലയാള സാഹിത്യത്തിന്റെ മധുരവും സൗന്ദര്യവും സ്വന്തമാക്കിയത്. ജീവിതത്തിന്റെ ഏറ്റവും സത്യസന്ധമായ സൗന്ദര്യാവിഷ്കാരം ആയിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ, നോവലുകൾ എന്ന് ഓർക്കുകയാണ്. MD എങ്ങനെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ ഡൽഹിയിലെത്തിയപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, മഞ്ഞ് രൂപം കൊണ്ട നൈനിറ്റാളിൽ പോകണം. ഒരു കാരണവുമില്ല വേറെ. MDയുടെ പുസ്തകം വായിച്ചു, മഞ്ഞ് വായിച്ചു എന്നുള്ള ഓർമ്മകൾ മനസ്സിൽ കിടക്കുന്നതാണ്. നേരെ അവിടുന്ന് നൈനിറ്റാളിന് പുറപ്പെടുകയാണ് ഞാൻ ചെയ്തത്. അവിടെ അൽക്ക ഹോട്ടലിൽ, വിമല താമസിച്ച അൽക്ക ഹോട്ടലിൽ താമസിച്ച് ആ നൈനിറ്റാളിലെ തടാകത്തിൽ ഒഴുകിയെത്തുന്ന ബോട്ടുകളിൽ കയറിയിരുന്ന് ഒരു മഞ്ഞ് അനുഭവം വീണ്ടെടുത്തതിന്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അത് ഓരോ നോവലിനെ സംബന്ധിച്ചും തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. വ്യക്തിപരമായി അദ്ദേഹം നൽകിയ വലിയ സമ്മാനങ്ങൾ, ഞാൻ ജോലി ചെയ്ത എൻസൈക്ലോപീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, സർവ്വജ്ഞാനകോശത്തിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ സമയത്ത് തന്നെ തിരുവനന്തപുരത്തെത്തി വന്ന് അവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരോട് ഏറെ നേരം സംവദിച്ചത് ഞാൻ ഓർക്കുന്നു. എൻ്റെ എളിയ ഭവനത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം പലതവണ ഉണ്ടായി എന്നുള്ളതും ഇപ്പോൾ സത്യത്തിൽ വേദനയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് തുഞ്ചൻ പറമ്പിൽ പോയി നവതി ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അതുപോലെ അടുത്ത കാലത്ത് കോഴിക്കോട്ട് പോയപ്പോൾ കൊട്ടാരം വീട്ടിൽ പോയി MDയെ വീണ്ടും കണ്ടു. എപ്പോൾ കോഴിക്കോട്ട് പോയാലും MDയെ കാണുക എന്നുള്ളത് വലിയൊരു അനുഭവമായി, സംസ്കാരമായി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ എൻ്റെ കഥകൾ, 2 കഥകളാണ് മാതൃഭൂമിയിൽ MDയുടെ കാലത്ത് വന്നത് ഞാൻ ഓർക്കുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ചില വാക്കുകൾ അദ്ദേഹം തിരുത്തിയത് ഞാൻ മറക്കുന്നില്ല. അങ്ങനെ ഓരോ സമയത്തും സിനിമയിൽ, സാഹിത്യത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ ഇത്ര അധികം ഒരു വാത്സല്യം എന്ന് പറയാനാണ് എനിക്കിഷ്ടം പുലർത്തിയിരുന്ന ഒരു മഹാ എഴുത്തുകാരൻ, മലയാളത്തിന്റെ എക്കാലത്തെയും മഹാനായ എഴുത്തുകാരനെയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് വലിയ വേദനയോടുകൂടി, ദുഃഖത്തോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. വലിയ സങ്കടമുണ്ട് എന്നുള്ളതാണ് സത്യം. അതൊരു വാക്കുകൊണ്ട് പറഞ്ഞ് അവതരിപ്പിക്കാവുന്നതല്ല, മറിച്ച് അത് എൻ്റെ ഒരു മനസ്സാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ പറയാത്ത എത്രയോ ആരാധകരുടെ പിന്നാലെ വന്ന എഴുത്തുകാരുടെ അനുഭവങ്ങളുണ്ട് എന്നുള്ളതും ഞാൻ ഓർമ്മിക്കുന്നു. മഹാനായ ജ്യേഷ്ഠ സഹോദരന്, എഴുത്തുകാരന് സാദര പ്രണാമം. ശരി, നന്ദി ശ്രീ ജോർജ് ഓണക്കൂർ. എഴുത്തുകാരനാണ് കേരള ന്യൂസിനൊപ്പം ചേർന്നത്.